പല വിസ്റ്റം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പ് ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടിടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോണമെന്നില്ല. ബഡാമൗലവിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ TP, ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സാഹിബേ, ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ബഹുമാന്യനായ അബ്ദുൽ ഹസീബ് മദനി, സലാഹുദ്ദീൻ മദനി, നിങ്ങൾക്കൊക്കെ ഒരു സംസ്കാരം ഉണ്ടല്ലോ. ഇതാണോ KNMന്റെ സംസ്കാരം? ഞങ്ങളുടെ സംസ്കാരമല്ല. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊപ്രക്കാലത്ത് ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മാനം കാക്കണ്ട. കുറെ കാലം 12 കൊല്ലം ഞങ്ങളെ മാനം പൊളിച്ച നടന്നല്ലോ അല്ലേ? 12 കൊല്ലങ്ങൾക്ക് എന്തേലും പണി? മാനം കാക്കേന് പണി. എന്തൊക്കെ കിട്ടാവുന്ന പച്ച നുണകൾ പറഞ്ഞ് ഞങ്ങളെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാം ഊരിയാക്കിയില്ല ഞങ്ങള്. ഞങ്ങളെ മാനം പോയോ? നിങ്ങൾ എത്ര അടിക്കണോ അത്ര ഞങ്ങൾ പൊന്തുമ്പി തൗഫീഖില്ല. അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പിന്നെ മുപ്പരിക്കത് അക്കിടി ബോധ്യമായപ്പോ പുടിക്കൽ വെച്ചുകൊണ്ട് വിശദീകരണം. എന്താ വിശദീകരണം? കേട്ടോളൂ. മാനം കാക്കുന്നു പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു. എന്ത്? അതിന് മാനം കാക്കുന്നതിന് ഞങ്ങളുടെ മാനം കാക്കണ്ടെന്ന്. അവർക്ക് തന്നെ മാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കാണ് അവർക്ക്. അപ്പോ മാനം മനസ്സ് കാക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു മനുഷ്യന്റെ ഈ ഹദീസാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. ഹദീസ് പറഞ്ഞു ഊക്കണ്ട് നിങ്ങള്. മൻ സത്ര മുസ്ലിം അങ്ങനെ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ ഊക്ക്. ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമുൽ ഖിയാമ എന്ന ഹദീസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ബാക്കി കേട്ടോളി, അപ്പം ഉദ്ദേശിച്ച് മനസ്സിലാവും. ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഖിറത്തിൽ മറച്ചു വെക്കുമെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മൗലവിക്കൽ ഹുസൈൻ സലഫി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ? ഞങ്ങൾക്കറിയാം അവനത് പറഞ്ഞു പോയാൽ മതി എന്ന്. പക്ഷെ പല വിസ്റ്റംകാരന്റെയും മാനം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതല്ലെങ്കിൽ ജാബിറിനെ പോലെയുള്ള ആളുകൾ തങ്ങളുടെ ശാഖയിൽ നിന്ന് ഒരു വിസ്റ്റമിന്റെ കത്തെടുത്തിട്ട് അനസ് മൗലവി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ, ആ തെളിവുകളൊന്ന് പുറത്തൊന്ന് വിടാൻ ധൈര്യമുണ്ടോ എന്ന് വിസ്റ്റത്തിന്റെ സംസ്ഥാന ഘടകമൊന്നും വേണ്ട, പള്ളൂരുത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ 3 മണിക്കൂർ പരസ്യമായി ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ തുറന്നു പറയാൻ തയ്യാറാണ്. നിങ്ങൾ അതൊന്ന് എഴുതി, കാര്യം വെച്ചാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അത് അനസ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. കുത്തി നിങ്ങൾ എടുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ നിന്ന് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ വലിയ വായിൽ വന്നിട്ട് ഞങ്ങളുടെ മാനം നോക്കണ്ട, അത് ഞങ്ങളുടെ കയ്യിലല്ല, പടച്ചോന്റെ കയ്യിലാണ്. മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ ഹദീസാണ്. മറ്റൊരു മനുഷ്യന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്ന ഹദീസ് ഉള്ളത് കൊണ്ട് മാത്രം പുറത്തു പറയാത്ത കാര്യങ്ങൾ വിസ്റ്റം പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത്, വിസ്റ്റത്തിന്റെ ആളുകൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ അയച്ചു തന്നത് ആധികാരിക തെളിവോടുകൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് ഏതെങ്കിലും ഒരു മൈക്കിൽ നിന്നിട്ടൊരു ഉസ്താദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ ശാഖയുടെ കത്തിങ്ങിട്ട് തന്നാൽ മതി, അതിങ്ങനെ തെളിയിച്ചു തരാൻ കഴിയും. ശാഖയുടെ ഒരു കത്ത് തന്നാൽ മതി, ഞാൻ 3 മണിക്കൂർ പ്രസംഗിച്ചോളാം, നിങ്ങളെ മാനം മുഴുവൻ കളഞ്ഞോളാം. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഞങ്ങളെ പള്ളിരുത്തി ശാഖയുടെ ഒരു ലെറ്റർ ഹെഡിൽ തന്ന കത്ത് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനേക്കാളും വലിയ വില? അപ്പൊ നിങ്ങൾ 1 നമ്പർ ഹദീസ് നിഷേധിയാണല്ലോ. പള്ളുരുത്തി ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് അനസ് മൗലവിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ 3 മണിക്കൂർ പ്രസംഗിക്കും. പൊടിക്ക പറഞ്ഞ 3 മണിക്കൂർ പ്രസംഗിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് ഇല്ലേ? അപ്പൊ നിങ്ങളെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ല, ഞാൻ അനസ് മൗലവിയുടെ ഔദ്യോഗികമായ വേദിയിൽ നിന്നാ പറയണത്. നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി. നിങ്ങൾക്ക് ഇപ്പൊ ഒരാളുകൾ കൊണ്ടെടുക്കണ്ടല്ലോ, അയാളും കുറെ പറയുന്നുണ്ടല്ലോ ഇവിടെ എന്താണ്ടായത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി. എന്താ പറയാ, വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തിയാടുണ്ടോ നോക്കി ആ വാതിൽക്കൽ ഇങ്ങനെ ശൈത്താൻ കുത്തിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിരുന്നോളി. ഇങ്ങോട്ട് ഏതേ ശൈത്താന്മാർ ഇവിടുന്ന് പോകണ്ടേ അവിടെ പിടിച്ചിട്ട് ഓലെ പിടിച്ച് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ നടന്നോളി. അത് നിങ്ങൾക്ക് കഴിയുള്ളൂ. ഈ ആദർശത്തെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരിടാൻ ഇലാ യൗമുൽ ഖിയാമ സാധ്യമല്ല. നിങ്ങൾ ഏതെങ്കിലും ആളുടെ ക്ലിപ്പും അതുപോലെ തന്നെ മറ്റോലെ വീഡിയോയും
അതുപോലെ തന്നെ മറ്റേ ആള് അവിടെ ഇറക്കിയതും പഴക്കിയതും അതൊക്കെ പറഞ്ഞ് നടന്നോളി, നമുക്ക് ഏർപ്പാടില്ല. അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര ഊക്കിട്ട് എത്ര മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും ബി തൗഫീഖില്ല, അള്ളാഹുവിന്റെ ഈ സംഘം അള്ളാഹുവിന്റെ ദഅവത്തുമായി മുന്നോട്ട് പോകും എന്നൊരു യാതൊരു സംശയവുമില്ല. ഹാളിറായ കഴിവുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിലേക്ക് വരണം. എന്ത് സംശയം? ഓക്കെ, നിങ്ങളത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സൗദി അറേബ്യയിലെ ധാരാളം മഹാന്മാർ ഉൾപ്പെടുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് പോലുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ ഫത്വയാണ്. അതായത് ഫതാവ ലജിനത്തി ദായിമ 1ാം വോള്യം. ശരിക്കും ശ്രദ്ധിച്ചോ, ഇതിലെ 198ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. പിന്നെ ഫത്വ നമ്പർ 16171. എന്താ ഫത്വ എന്നറിയോ? ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾക്ക് സിഹർ ബാധിച്ചു, ആ സിഹർ ഇറക്കാൻ വേണ്ടി, സിഹർ അയാളിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ജിന്നിനോട് സഹായം ചോദിക്കാമോ? ഞാൻ ഈ അടുത്ത് മുജാഹിദ് ബാലുശ്ശേരിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഒരു ജിന്ന് ഹാദറാണ്, അതൊരു ഹയ്യാണ്, അതിനെ ഒമാനിലേക്ക് എത്തിക്കാൻ കഴിയും, അതിനോട് സഹായം ചോദിക്കാൻ പാടുണ്ടോ? അപ്പൊ അയാൾ എന്നോട് നിങ്ങളെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു ഷിർക്കാന്ന്. അപ്പൊ ഉടൻ എന്നോട് അയാൾ പറയാണ്, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. ഞാൻ ഷിർക്കാന്ന് പറഞ്ഞു. അപ്പോ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ, അത് സലഫികളാട്ടെ, കേന്നമാട്ടെ, മർക്കസുദ്ദാവട്ടെ, ആരാവട്ടെ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഗായിബായ ജിന്നിനോട് അത് കഴിവുള്ള വിഷയത്തിൽ പോലും സഹായം ചോദിക്കാൻ പാടില്ല, അത് ഷിർക്കാന്നുള്ള കാര്യത്തിൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഗായിബായ ജിന്ന്, ശ്രദ്ധിച്ചു കേട്ടോളെ. ഇനി ഖാദിറാണെങ്കിൽ പോലും ഗായിബാണെങ്കിൽ ഷിർക്കാണ്, അതിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി ഈ ഫത്വ ഞാൻ വായിക്കാണ്, ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം വായിക്കാണ്. ഇതിൽ ഉത്തരം പറയാണ് അയാളുടെ ചോദ്യത്തിന്, ലാ യജൂസു അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബിൻ, ജിന്നിനോടും അദൃശ്യരായവരോടും സഹായം ചോദിക്കുന്നത് പാടില്ല. ലിഅന്ന ഹാദാ മിന ശിർക്കി ബില്ലാഹി അസ്സ വജല്ല, കാരണം അത് അള്ളാഹുവിന് ശിർക്ക് വെക്കലാണ്. ലിഅന്നൽ ഇസ്തിആനത്ത ഇബാദത്തുൻ, കാരണം സഹായഘട്ടം എന്നത് ആരാധനയാണ്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാഹി ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം, അത് ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, മറ്റുള്ളവരാവട്ടെ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ഷിർക്കാണല്ലോ. അത് അള്ളാഹുവിലല്ലാത്തവർക്ക് പാടില്ല ഇബാദത്ത്. ഇല്ല മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാദിർ, അതായത് ഹയ്യായ ഹാദിറായ ഖാദിറായവരോടല്ലാതെ, മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ടാണ് പ്രത്യേക ഇതിൽ പറഞ്ഞു. മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട, ഫീമാ യഖ്ദിറു അലൈഹി, അവർക്ക് കഴിയുന്ന കാര്യം, മനുഷ്യർക്ക് കഴിയുന്ന ഹയ്യായ ഹാദിറായ ഖാദിറായ മനുഷ്യനോട് സഹായം ചോദിക്കാം. കൽ ഇസ്തിആനത്തി ബിൽ ഇൻസാനിൽ ഹയ്യിൽ ഖാദിരി ഫി സിറാഅത്തി വൽ ബിനാഇ വൽ വഖിതാലിൽ അഅദാഇ, അതായത് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന കാര്യത്തിലും കൃഷി പോലുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ കെട്ടിടം പണിയുന്ന പോലത്തെ കാര്യത്തിലൊക്കെ മനുഷ്യരോട് സഹായം ചോദിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ മനുഷ്യർക്ക് കഴിയുന്ന കാര്യത്തിൽ സഹായം ചോദിക്കൽ അനുവദനീയമാണ്. എന്നിട്ട് അതിനുശേഷം പറയാണ്, അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്കുമു ഹാലിരിഹിം, അവർ നിങ്ങളുടെ മുമ്പിൽ ഹാജരായാൽ പോലും അവരുടെ വിധി കഗായിബിഹിം, അവരുടെ ഗായിബിന്റെ വിധിയാണ്. എന്ന് പറഞ്ഞാൽ ഗായിബിൽ പിന്നെ കഴിയുന്ന കാര്യത്തിൽ ചോദിച്ചാൽ പോലും ഷിർക്കാന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇനി ഹാദിറാണെങ്കിൽ പോലും ഗായിബിന്റെ വിധിയാണ്. ലാ തജൂസുൽ ഇസ്തിആനത്തു ബിഹിം ഫീ ഷൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിൽ അവരോട് സഹായം ചോദിക്കൽ അനുവദനീയമല്ല. ലാ തജൂസുൽ ഇസ്തിആനത്തു ബിഹിം ഫീ ഷൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിലും സഹായം ചോദിക്കാൻ പാടില്ല. ലി ഖൗലില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഖൗൽ അതാണല്ലോ പഠിപ്പിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കണ്ടോ, ഇതാണ് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയോട് പറഞ്ഞത്. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരിയോട് ഞാൻ പറഞ്ഞ ഹാദിറും ഖാദിറും ഹയ്യുമായ, അതായത് എന്നെ ഒമാനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അയാൾ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ സമ്മതിച്ചല്ലോ. പക്ഷെ ഹാദിറാണെങ്കിൽ പോലും ഗായിബിന്റെ വിധിയാണ്. അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിച്ചത്. ആ ഉത്തരം എനിക്ക് കിട്ടണം. അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതാവും കിട്ടണം. അപ്പൊ ഈ ഫത്വ പറഞ്ഞവര് കാഫിറാണോ? അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം. അപ്പൊ ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്ക് എന്നല്ല ഇതിൽ പറയുന്നത്. കാരണം ഹാദിർ ഗായിബിന്റെ വിധിയാണെന്ന്, അപ്പൊ ഷിർക്കാണെന്ന്. അപ്പൊ ഈ ലജ്നയിലുള്ള ആളുകൾ, ഇതിന് ഫത്വ പറഞ്ഞ ആളുകൾ ഇപ്പൊ മുസ്ലിം അല്ലേ? അവർ ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വരണോ? പിന്നെ എന്തിനാണ് മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വെറുതെ ഭിന്നിപ്പുണ്ടാക്കുന്നത്? സലഫികളോടാണ് ചോദ്യം. ഇത് നിങ്ങൾ മറുപടി പറയണം. സിഹിർ എന്നുള്ള ഈ മാരണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം
ഇത് മനുഷ്യന്മാർക്ക് ചെയ്യാനുള്ളതോ മനുഷ്യനെ ഇതിനു വേണ്ടി ആളെ പറ്റിക്കാനുള്ളതോ അതിന് ചികിത്സ തേടാനോ അതിൽ വിശ്വസിക്കാനോ അള്ളാഹും അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചിട്ടുമില്ല. നമുക്ക് എവിടെയും പറയാനുള്ളത് മഅസൂമായ റസൂലിനെ സിഹ്ർ ബാധിച്ചിട്ടില്ല. ആ പറയുന്ന ഹദീസ് അത് വിശ്വസിക്കാൻ എവിടെയും എഴുതി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അത്തരം അന്ധമായ വിശ്വാസത്തിലേക്ക് സത്യവിശ്വാസികൾ പോകാൻ പാടില്ല. ഖുർആനിൽ 60ഓളം സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുന്ന ആളുകൾക്ക് കൂടെ ഉണ്ടാവുമല്ലോ. ഒരു മൊഴിജം എടുത്ത് നോക്കിയാൽ എത്ര സ്ഥലത്ത് ഖുർആനിലെ വാക്ക് വന്നിട്ടുണ്ട്. 60ഓളം സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ 60ഓളം സ്ഥലത്ത് വന്നത് പരിശോധിച്ച് നോക്കിയാൽ 2 തരം സിഹിറുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് 2 ഉണ്ട്. അത് പല വിഭാഗങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് 2 ഉണ്ട്. ഒന്ന് ശിർക്കാകുന്ന സിഹിർ, രണ്ടാമത്തത് ശിർക്കാകാത്ത സിഹിർ. ശിർക്കാകാത്ത സിഹിർ എன்ற സംഗതി ഉണ്ടെന്നല്ല, അതാണ് കൂടുതലുള്ളത്. ശിർക്കാകുന്ന സിഹിർ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് പലരുമായി ക്ലാസ്സുകൾ പറയുമ്പോൾ ചോദിക്കുന്നത് ശിർക്കാകാത്ത സിഹിറോ? സിറൊക്കെ ശിർക്കല്ലേ? സിറൊക്കെ ശിർക്കല്ല. ശിർക്കാകുന്ന ശുദ്ധ ശിർക്കാകുന്ന സിഹിറുണ്ട്, കൂടോത്രമുണ്ട്. ശിർക്കാകാത്ത സിഹിറുണ്ട്. 2 സിഹിർ തന്നെ പറയാം. ശിർക്കാകാത്ത സിഹിർ അതെവിടെ വന്നത്? ഖുർആൻ ഹദീസിലൊക്കെ വന്നത് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. 2 ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനെതിരല്ല കാഫിറാവോ അങ്ങനെ പറഞ്ഞ ഏത് അതെ അത് ഉണ്ടാക്കിയാണ് ഹദീസാൻ പറഞ്ഞാൽ ശരിയല്ല ഞാൻ പറഞ്ഞത്. അതിൽ പല 6 മാസം ചില്ലറയല്ല 6 മാസം നബിക്ക് ബുദ്ധിക്ക് കുഴപ്പമുണ്ടായിന്ന കുറച്ച് ദിവസമൊന്നുമല്ല. പിന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു വക്കാലം വാലിമൂനയും തത്തബിയൂനയില്ല റജുല മസൂറ. അക്രമികളാ പറയാൻ നബിക്ക് സീർ വലിച്ച്. ഇനി സീർ വലിച്ചൂല എന്നുള്ളത് ഖുർആൻ ഹദീസ് എടുത്ത് ചർച്ച ചെയ്യുന്ന വിഡ്ഢികളാന്നാ പറയാ. വിഡ്ഢികള് ഏതുപോലെ തീയ് തൊട്ടാ പൊള്ളില്ല. ഖുർആനും ഹദീസ് എടുത്ത് തർക്കിക്കുക. തൊട്ടോക്കിയാ പോലെ. അതേമാതിരി സീർ വലിച്ചെങ്കിൽ ഇവര് ചെയ്യേണ്ടവർ കാണിച്ചെന്നാ മതി. ഇവൻ തന്നെ ഈ പാറാലില് ഈ പ്രസ്ഥാനം പിളർന്ന മുമ്പ് ഈ പറയുന്ന പണ്ഡിത പാറാല് വെച്ച് പ്രസംഗിച്ച പ്രസംഗം കേട്ടോക്ക്. അതിൽ മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചു എന്ന് പറഞ്ഞാൽ ഈമാന് വരെ തെറ്റുപറ്റുമെന്ന് അറിയുന്നത്. പിന്നെ സിഹിർ ബാധിക്കുമെന്നും ജിന്ന് മനുഷ്യൻ പ്രവേശിക്കുമെന്നും അതാണ് സലഫി വീക്ഷണമെന്നും അതിനെ നിഷേധിക്കുന്നത് അഖലാനിയത്താണെന്നും നിങ്ങൾ വിദേശ പണ്ഡിതന്മാർക്ക് നൽകിയ കത്തിലെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആരാണ് കത്തെഴുതിയത്? അവന്റെ അഡ്രസ്സും പേരൊക്കെ ഞാൻ വേണമെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. എന്താ ഇവിടെ സിഹിർ നിഷേധിക്കുക? നിങ്ങളുടെ ഗൾഫിലെ പണ്ഡിതന്മാർക്ക് കത്തുകൊടുക്കുക, ഞങ്ങൾ സിഹിർ നിഷേധിക്കുന്ന അഖലാനികളാണ്. ഇതാണ് കാപട്യം, ഇതാണ് വ്യതിയാനം. അതുകൊണ്ട് ശിർക്കാകൂലേ? കാരണം സിഹിറിൽ പിശാചാണ് ഇടപെടുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ പിശാചാണെങ്കിൽ നമ്മളിൽ നിന്ന് കാര്യകാരണ ബന്ധത്തിന് പുറത്താണ്, അബൗദികമാണ്. ജിന്നും മലക്കൊക്കെ അബൗദികമാണ്. അപ്പൊ അബൗദികമായ പിശാജ് നമ്മൾ കാണാത്ത വഴിയിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ നമ്മ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ? അപ്പോൾ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, സിഹിറിലൂടെ പിശാച് നമ്മ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലേ എന്നതാണ് പിന്നുള്ള സംശയം. അപ്പൊ പിശാചാണെങ്കിൽ നമ്മളിൽ നിന്ന് കാര്യകാരണ ബന്ധത്തിന് പുറത്താണ്, അബൗദികമാണ്. ജിന്നും മലക്കൊക്കെ അബൗദികമാണ്. അപ്പൊ അബൗദികമായ പിശാച് നമ്മൾ കാണാത്ത വഴിയിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ നമ്മ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ? അപ്പോൾ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, സിഹിറിലൂടെ പിശാച് നമ്മ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലേ എന്നതാണ് പിന്നുള്ള സംശയം. അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ആമുഖമായി ഒരു കാര്യം പറയാം. ശൈത്താൻ ഉണ്ടോ അല്ലേ? അതിപ്പോ മുജാഹിദീങ്ങൾക്ക് തർക്കമില്ലല്ലോ, ഉണ്ട്. ജിന്നുണ്ടോ അല്ലേ? അതിലും മുജാഹിദീങ്ങൾക്ക് തർക്കമില്ല. ഇനി തർക്കിച്ചിട്ടും കാര്യമില്ല. ഖുർആൻ അധ്യായത്തിന്റെ പേര് തന്നെ ജിന്ന് എന്നാ. ഇനി മനുഷ്യന്മാരെങ്ങൾ എന്ത് വിളിച്ചാലും പാടില്ല, ഖുർആൻ ജിന്നുണ്ട്. അപ്പൊ ജിന്നിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കോ? അതിലും മുജാഹിദീങ്ങൾക്ക് തർക്കമില്ല. കാരണം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ തന്നെ നമ്മൾ തുടങ്ങുക. എല്ലാ കാര്യം പടച്ചോനെ ഈ റജീമായ ശൈത്താന്റെ ഉപദ്രവത്തിൽ നമ്മൾ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ജിന്നുണ്ട്, ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും ശൈത്താനെ തരെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളേതായാലും കണ്ടിട്ടില്ല. അപ്പൊ ശൈത്താൻ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, എന്നാ ശൈത്താൻ നമ്മൾ കണ്ടിട്ടില്ല.
അപ്പൊ അദൃശ്യമായ രീതിയിൽ പിശാച് നമ്മെ ഉപദ്രവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ മുജാഹിദ് തന്നെയാണ്, മുശ്രിക്കായിട്ടില്ല. ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും അത് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ പിശാചിന്റെ ഉപദ്രവം നമ്മളിങ്ങനെ തോക്കൊണ്ട് വെടിക്കലാണോ? അല്ല, നമുക്ക് കാണാത്ത രൂപത്തിൽ അദൃശ്യമായ രൂപത്തിലാണ്. നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കഴിയാത്ത രീതിയിലാണ് ഉപദ്രവം ഉണ്ടാക്കുന്നത്. ഇനി ആയിക്കോട്ടെ വസ്വാസല്ല, വസ്വാസായിക്കോട്ടെ ഉപദ്രവാണോ? അബൗദ്ധികമായി അല്ലെങ്കിൽ നമ്മൾക്ക് കാണാത്ത രീതിയിൽ പിശാച് നമ്മെ വസ്വാസ് ഉണ്ടാക്കി ഉപദ്രവിക്കും. അബൗദ്ധികമായി അല്ലെങ്കിൽ നമ്മൾക്ക് കാണാത്ത രീതിയിൽ പിശാച് നമ്മെ വസ്വാസ് ഉണ്ടാക്കി ഉപദ്രവിക്കും. ആർക്കും സംശയമില്ലല്ലോ? സംശയമല്ല. അപ്പൊ അങ്ങനെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനല്ലാതെ നമ്മെ സഹായിക്കാനും ഉപദ്രവിക്കാനും കഴിയില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിഞ്ഞോ? അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് കാര്യവും ചോദിക്കാം. ചോദിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണെന്നേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അതൊരു സൃഷ്ടിയോടും ചോദിക്കാൻ പറ്റില്ല. അത് ജീവിച്ചിരിക്കുന്നവരോടും ചോദിച്ചുകൂടാ, ഡോക്ടറോടും ചോദിച്ചുകൂടാ, എഞ്ചിനീയറോടും ചോദിച്ചുകൂടാ, വക്കീലിനോടും ചോദിച്ചുകൂടാ, ജഡ്ജിയോടും ചോദിച്ചുകൂടാ, രാജാവിനോടും ചോദിച്ചുകൂടാ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ്. അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചുകൂടാ. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അള്ള തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല. അള്ള വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാത്ത മൗലൈമാർ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കീകളാക്കി ചിത്രീകരിക്കാൻ ഒരു വാദമുണ്ടാക്കിയതാണ്. ഭൗതികമായ കാര്യത്തിലുള്ള സഹായം അത് സൃഷ്ടികളിൽ നിന്ന് കിട്ടും, അഭൗതികമായ നിലക്കുള്ള സഹായം അത് അള്ള മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു വാദം. അത് മൗലൈമാര് പടച്ചുണ്ടാക്കിയ വാദമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അഭൗതികമായ നിലയ്ക്ക് വെള്ളം കൊടുക്കാൻ അനുയായികൾ ആവശ്യപ്പെട്ടപ്പോ അതാ വടി കൊണ്ട് പാറക്കല്ലിലടിച്ചിട്ട് മൂസാ നബി വെള്ളം കൊടുക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറയുന്നു അത് ഭൗതികം അല്ല, അത് അഭൗതികമായ സഹായമാണ് കേട്ടോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ടത് ബുഖാരിയിൽ പല സ്ഥലത്തുമുണ്ട്. അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കൽ ഭൗതികം അല്ല, അത് അഭൗതികമാണ് കേട്ടോ. അപ്പൊ അഭൗതികമായ സഹായം അമ്പിയാക്കളിൽ നിന്ന് കിട്ടും, ഔലിയാക്കളിൽ നിന്ന് കിട്ടും. അതാ ഖജാ മോഹിദ്ദീനും തകൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഒടിയാതെന്നവർ തണ്ണീറോടൊങ്ങുമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തടുവീരെന്നവർ അപ്പോഴവരെല്ലാം തടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തവർ. ശിഷ്യന്മാരും കപ്പലിലൂടെ അങ്ങനെ പോകുന്നു. അപ്പോൾ വെള്ളം തീർന്നുപോയി. ശിഷ്യന്മാര് പോയിട്ട് മുഹീദ്ദീൻ ശിഖറകളെ ഞങ്ങൾക്ക് വെള്ളം വേണോ? മുഹീദ്ദീൻ ശിഖർ എങ്ങനെ വെള്ളം കൊടുക്കാൻ? അവരെ പോലെ തന്നെയല്ലേ മൂപ്പരെന്തായി ഇവിടെ എങ്ങനെ വെള്ളം കൊടുക്കാനാണ്? പക്ഷെ അവരെ പോലെ അല്ല, കറാമത്ത് ലഭിക്കുന്ന മഹാനാണ്. അത് അഭൗതികമാണ് കറാമത്തും മുഅ്ജിസത്തും. ആ കറാമത്ത് മുഖേന വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് തണ്ണീർക്ക് ബീറോട് ചെടുവീരെന്നോവർ. നിങ്ങൾ വെള്ളം എന്നോട് തേടേണ്ടിയില്ല, എന്റെ ശിഷ്യനുണ്ട്, അയാളോട് തേടിയാൽ മതി. അതാരാണ്? അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു. കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് പോയി, അല്ലെ എം എ ഉസ്താദിന്റെ അടുത്ത് പോയി മുജാഹിദിന് ഒരു മറുപടി പറയണം. ഉസ്താദ്, അതിന് എന്റെ ശിഷ്യന്മാരെ എത്തുന്നുണ്ടോ? പേരോടിനെ വിളിച്ചടാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാരീനെ വിളിച്ചോ, സഖാഫിനെ വിളിച്ചോ എന്ന് പറയുന്നത് മാതിരി പറഞ്ഞതാണ്. കബീറിനോട് പറഞ്ഞോ. അപ്പോഴാവേരെല്ലാം തെടിക്ക് ബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തോവർ. കടലിൽ നിന്ന് ഉപ്പുവെള്ളമെങ്ങി മുക്കിയിട്ട് ബഹുമാനപ്പെട്ടവരങ്ങ് തിരിച്ചു കൊടുത്തപ്പോൾ അത് ശുദ്ധവെള്ളമാണ് കേട്ടോ. അഭൗതികമായ സഹായമാണ്,
അത് മുഅ്ജിസത്ത് മുഖേന, കറാമത്ത് മുഖേന അമ്പിയാക്കൾ ഔലിയാക്കൾ ചെയ്യുന്നതാണ്. അത് ചോദിച്ചുകൂടാ എന്ന വാദം അത് മൗലവിമാരെ മതമാണ്. അതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. എന്താ ഇപ്പൊ മൗലവിമാർക്ക് പറ്റാത്തത്? അപ്പൊ ഈ മഹാന്മാർക്ക് വലിയ ബഹുമാനം ഉണ്ടെന്ന് വന്നൂലേ? നമ്മളും അവരും ഒരുപോലല്ലേ? നിങ്ങളും അവരും ഒരുപോലല്ലേ? നല്ല കോളായി. കുയ്യാനയും ആനയും ഒരുപോലെ, കുയ്യാനയും ആനയും ഒരുപോലെ, അവരും നമ്മൾ ഒരുപോലല്ലേ? അവിടുന്ന് ഈ വാദം മുഴുവൻ വന്നത്. അപ്പൊ അതാണ് മുജാഹിദിന്റെ സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ തൗഹീദിന്റെ വിവക്ഷ പറയുന്ന സ്ഥലത്ത് എഴുതിയത് കാണാം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബുക്കിന്റെ മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ മനുഷ്യ കഴിവ് സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, ആ നിലക്കുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇവർ വാദിച്ചു. ശരിക്കും മനസ്സിലാക്കണം, സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, അതിന്റെ അപ്പുറം ഒരു കഴിവ് ഒരു മഹാനുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നവര് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പഠിപ്പിച്ചു. അതുപോലെ സക്കരിയ സലാഹി പ്രസംഗിക്കും എന്ത്, ജിന്നിനും മലക്കിനും ഒന്നും ഉത്തരം ചെയ്യാൻ കഴിയൂല എന്ന് സക്കരിയ സലാഹി. ഉത്തരം കിട്ടാത്തവരോട് മലക്കുകളെയും മുസൈറിനെയും ജിന്നുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതോട് പറയാണ്, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ വേറെ ആരുണ്ട്? ഇത് കേട്ട് ചില സാധുക്കൾ വിവരമില്ലാതെ മുജാഹിദായി. നല്ല രസായിപ്പം പറയാൻ പോകുന്നു. ഇത് കേട്ടിട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാർ മുജാഹിദായി. ഹരി ഫൈസൽ മുസ്ലിയാർ എന്നിട്ട് ഒരു വിവരമില്ലാത്ത മൊയ്ലിയാർ മുജാഹിദായി. ഇപ്പൊ മുജാഹിദിന്റെ സ്റ്റേജ് വിളക്കണോ ഫൈസൽ മുസ്ലിയാർ മൂപ്പര് നെല്ലിക്കുത്ത് ഉസ്താദിനെ കെണ്ണിച്ച് പ്രസംഗിക്കുന്നതാ കേൾപ്പിക്കാൻ പോകുന്നു. എന്താ പറയുന്നറിയോ? നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദ്യം, മുഖാമുഖത്തിൽ എന്താ ചോദ്യം? അഭൗതികമായ നിലക്കുള്ള സഹായം അല്ലാത്തവർ ചെയ്യൂല എന്നാണല്ലോ മുജാഹിദിന്റെ ആശയം. ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല, മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ഒക്കെ അഭൗതികമാണല്ലോ, മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ. മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഞാൻ പുസ്തകത്തിൽ കാണിച്ചില്ല, മുജാഹിദിന്റെ പുസ്തകത്തിൽ. അപ്പൊ മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് ഇടമുട്ടൻ സംവാദത്തിന് വരെ സക്കരിയ സലാഹി വരെ പ്രസംഗിച്ചു കഴിഞ്ഞതാ. അവരെ ബുക്കില് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ ബുക്കിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതുമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ആശയം ഇപ്പൊ ഇവിടെ 82 അച്ചടിച്ചാണ് ഫെബ്രുവരി മാസം. എന്നാൽ സഹോദരന്മാരെ, ഈ ബുക്ക് വായിച്ചിട്ട് കുറെ ആൾ മുജാഹിദായി. മൗലവിമാരെ പ്രസംഗം കേട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാർ മുജാഹിദായി. അതാണ് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാർ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുകയാണ് സുന്നിയക്കെതിരെ. അയാൾ ക്ലിപ്പ് വെക്കുകയാണ്, ഞാനും വെക്കും പോലെ. എന്താ വെക്കുന്നത്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ മറുപടി, ചോദ്യത്തിന്റെ മറുപടി. നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറയുന്നത്? അഭൗതികമായ സഹായം അള്ള മാത്രമല്ല ചെയ്യുക, സൃഷ്ടികളും ചെയ്യും. അതിനൊരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാന്റെ പുറമെ, അള്ള കൊടുക്കുന്ന കൈകൊണ്ട് തന്നെ അള്ളാന്റെ പുറമെ മലക്കുകളും സഹായികളാണെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ് എന്ന് ഉസ്താദ് മറുപടി ഒരു ആയത്ത് ഓതിയിട്ട്. അതിന് മൗലവിക്ക് മുസ്ലിയാർ തന്നെ മൗലവിക്ക് മറുപടി ഒന്നും ഇല്ലട്ടോ, ആയത്തിന് മറുപടി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാ, കണ്ടാ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ കണ്ടോ, അഭൗതികമായ സഹായം ചെയ്യൂന്നാ പറയും, അഭൗതികമായ നിനക്ക് സഹായിക്കാൻ കഴിയൂന്നാ പറയും എന്ന് ഈ മൗലവിയായ മുസ്ലിയാർ അല്ലെ മുസ്ലിയാരായ മൗലവി പ്രസംഗിക്കുന്ന ആദ്യം ഞാൻ കേൾപ്പിച്ചു തരാ. എന്നിട്ട് ആ മൗലവി കുടുങ്ങിയ കുടുക്കാൻ ഞാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നത് ആദ്യം ഒന്ന് കേൾപ്പിച്ചു അവനെ. ഫൈസൽ മുസ്ലിയാർ എന്ന് പറയട്ടെ. എന്താണ് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദ് ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്.
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള് അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? നേക്കുന്നതിനുള്ള ആ നേക്കുന്നതിന് ചെയ്യുന്ന സഹായമല്ലാത്തത് അത് മലക്കുകൾ ചെയ്യുന്ന പുസ്താദ് പറഞ്ഞു. അതിനെ മൂപ്പര് ഗണ്ണിക്കാൻ നേർക്കേടല്ലാത്തത് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനത്തെ സഹായം അല്ലല്ലാത്തവർ ചെയ്യൂന്ന് പറഞ്ഞാൽ ആയത്തോതിയിട്ട് പറഞ്ഞാൽ മൂപ്പര കംപ്ലൈന്റ്. എന്നാൽ ഇപ്പം മൗലവിമാർ എവിടെ എത്തിയെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് പറഞ്ഞപ്പോ ഇത് ഈ ഫൈസൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ മുജാഹിദേ ഇത് പറഞ്ഞത് മൗലവി ഗ്രൂപ്പാണ്. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മുടെ മടവൂർ ഗ്രൂപ്പിന്റെ ലത്തീഫ് മൗലവി കരിമ്പിലാക്കാൻ അയാൾ എടുത്ത് ഉദ്ധരിക്കുന്നതും കൂടി ഒന്ന് കേട്ടോളി എന്ന് വെച്ചോട്ടെ. അവനെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മളെ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മോനമാര് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി, അതേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി പറയുന്നത് എന്ന് മടവൂർ മുജാഹിദ് പറയാൻ. ഇനി സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളി നിങ്ങൾ എന്നാ കേട്ടോളെ. 18 മലക്കുകൾ സഹായിക്കുന്നുള്ളതിന് ആയത്ത് തെളിവുദ്ധരിക്കുന്ന സക്കരിയ സലാഹി നേരത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് സക്കരിയനെ കൊണ്ട് ഏത്തടിക്കാണ് എന്ന് വെച്ചോട്ടവനെ. അപ്പൊ ജിന്നിനുള്ള ഉപദ്രവം, മറ്റു മനുഷ്യനുള്ള ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം നിത്യേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഈ സുല്ലമി പറയുന്നത്. എന്താ അപ്പൊ ഇയാളെ കഥ? ഇത് മാത്രം, ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ, അവൻ കിണറ്റിൽ വീഴുകയോ, അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ, അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും. അഥവാ അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. കണ്ടോ? ഇതൊക്കെ അലി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു, അമാനി വഴി ശിർക്ക് പ്രചരിപ്പിച്ചു. ഈ പറഞ്ഞ സഹാബികളും താബികളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു. അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു ഞങ്ങൾ പറയുന്നത് മൂപ്പർ ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പം മടവൂർ മുജാഹിദും മറ്റേ മുജാഹിദ് തമ്മിൽ മുട്ടിയപ്പോ ഇസ്മായിൽ ഉസ്താദിന്റെ തെളിവ് സക്കരിയ സലാഹി ഇപ്പം പറയുന്നത് മലക്കുകൾ സഹായിക്കും. ഇനി ഒന്നുകൂടി കേട്ടോളി. മലക്കുകളെ കാവല് കിട്ടും, മലക്കുകൾ സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാണെന്ന് ശബാബില് മടവൂർ മുജാഹിദികൾ പറഞ്ഞത് ഖുർആനെതിരാണ് ഇപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ സക്കരിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് നമ്മളെ ഫൈസൽ മുസ്ലിയാർ പെടുകയും ചെയ്തു. ഫൈസൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പെട്ട് ഇപ്പൊ കുടുങ്ങിക്കെടുക്കാണ് ഫൈസൽ. അതിലെന്താ പറയോ? ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂന്ന് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. നിങ്ങൾ ആലോചിക്കണേ, മുജാഹിദ് സെന്ററിന്റെ പുസ്തകത്തെ ബുക്കിലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിവുള്ളൂന്നും അഭൗതികമായ നിലക്കുള്ള സഹായം ചെയ്യും മലക്കുകളെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെ മറ്റേ ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കേൾപ്പിച്ചില്ലേ. ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നു അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിനില്ല എന്ന് മാത്രമല്ല, മൗലവി പറയാണ് മടവൂര് മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോയക്കുട്ടി ഫാറൂഖി. അയാള് തന്നെ നിങ്ങളാ ശബാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ മുത്തഫഖുൻ അലൈഹിയാണ്, രണ്ട് മുജാഹിദിനും അങ്ങനെ വാദമില്ല എന്നാണ് സക്കരിയ പ്രസംഗിക്കുന്നത്. അപ്പം സക്കരിയ പറയാണ് സുല്ലമീൻ ആകത്തർച്ച ഞാൻ എടുക്കും. ഒന്ന് കേട്ടോളി. നിങ്ങളെ സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല.
സുല്ലമീ ആത്തിറച്ചി ഞങ്ങൾ കലക്കും, എഴുതി വെച്ചോളി. സുല്ലമീ ആത്തിറച്ചി ഞങ്ങൾ കലക്കും, എഴുതി വെച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കായി. കേട്ടോ, എല്ലാം പൊളിഞ്ഞി, എല്ലാം പൊളിച്ച്. ഇപ്പൊ പറഞ്ഞതാണ് മലക്കുകളും ജിന്നുകളും സഹായിച്ചാൽ ശിർക്കാവുന്നുള്ള സുല്ലമീന്റെ വാദാണ്. മുജാഹിദിയൊക്കെ അങ്ങനെ ഒരു വാദം തന്നില്ല. സുല്ലമീ ആ തർജ്ജി നമ്മള് കലക്കും, നിങ്ങളെ സുജാരിയൊക്കെ അങ്ങനെ വാദം തന്നെ ഇല്ല. അഭൗതികമായ സഹായം അള്ള മാത്രമേ ചെയ്തു, അങ്ങനെ വാദം തന്നെ ഇല്ല. പിന്നെ എന്തിനേലും മഞ്ചേശ്വരത്ത് എന്നോട് ചോദ്യം ചോദിച്ച്, എന്നോട് ചോദിച്ചില്ലേ? എല്ലാ കാര്യവും ചോദിക്കാന്ന് ചോദിച്ചില്ലേ? എന്തിനും ചോദിച്ച്? ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത വാദം കൊണ്ട് തുടങ്ങിയതാ സുന്നികളെ മുശ്രിക്കാക്കാനെ. ഇപ്പൊ മൗലവിമാർക്ക് ഇത് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തുന്നില്ല. അവസാനം പിന്നെ പോയി എത്തിയതായിരുന്നു മുജാഹിദിയൊക്കെ വാദം തരില്ല. ഏറ്റു സുലമി ആ തർജ്ജി നമ്മൾ കലക്കൂ. ഇനി ഇത് കേൾക്കണോ? ഇവർക്ക് എന്ത് മതം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം, ആ ജാറത്തോടല്ലേ വെറുപ്പ്? കാരണം നബിയോടല്ലേ വെറുപ്പ്? സുബ്ഹാനല്ലാഹ്, ഞാൻ അയാളെ കദ്ദാബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംപ്ലൈന്റ്. ഞാൻ സിദ്ദീഖ് പറയണ്ട്, ഇല്ല കള്ളത്തരം തോള്ള തുറന്നോ കളവേ പറയും മൗലവി. ആ മൗലവി പാറക്കടവെന്ന് പ്രസംഗിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ കുറിച്ച്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ളജാറമാണ്. എന്തിനെ സംബന്ധിച്ച്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന വീട്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ താമസിക്കുന്ന വീട്ടിനെ കുറിച്ച് കള്ള വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? മുജാഹിദിന്റെ ഓഫീസിനെ മഞ്ച കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കൂലേ? മൗലവിന്റെ വീട്ടിനെ കുറിച്ച്, ഓഫീസിനെ കുറിച്ച് കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് ദേഷ്യം പിടിക്കൂലേ? എന്നാൽ ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ആ വലിയ ജാറമുണ്ടല്ലോ, വലിയ പച്ചത്തുമ്പയുള്ള ജാറും മിനാരമുള്ള ജാറും, മദീനത്തെ പള്ളിയുടെ ഒരു ചുമര ജാറത്തിന്റെ ചുമരല്ലേ, അതിന്റെ മേലെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. ആ ജാറത്തിങ്കലേക്കല്ലേ ലോക മുസ്ലിമീങ്ങളൊക്കെയും ലക്ഷങ്ങൾ പോകുന്നത്. ആ ജാറത്തെ കുറിച്ച് മൗലവിയുടെ ഭാഷ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പാറക്കടവിൽ വന്ന് മൗലവി പ്രസംഗിച്ചു. ഞാൻ നാദാവൃത്തി വെച്ച് അത് കഴിഞ്ഞ മുമ്പത്തെ പ്രസംഗത്തിൽ കേൾപ്പിച്ചു. ശേഷം ഞാൻ മൗലവിയുടെ നാട്ടിൽ പോയിട്ട് കട്ടുപ്പാറയെന്ന് പ്രസംഗിച്ചു. അവിടെ ഞാനത് അയാളെ നാട്ടുകാർക്ക് കേൾപ്പിച്ചു. അത് കേൾപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്തി. അത് മൂപ്പരിക്ക് വല്ലാതെ വിഷമായി. കാരണം നാട്ടിൽ പോയിക്കൂടാ. കാരണം മൂപ്പരെ കണ്ടാല് ഈ സെലഫിനോട് നാട്ടുകാർക്ക് ചോദിക്കൂ, റസൂലുള്ളാഹിന്റെ ജാറത്തിനെ പറ്റി കള്ളജാറം തന്നെ മൗലവിയില്ല നിങ്ങൾ, കള്ളജാറം തന്നെ മൗലവിയില്ല നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കാതെ പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ, പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ. അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ ഇയാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തെ കള്ളജാറോ എന്ന് പറഞ്ഞത് ശരിക്കങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. അത് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞ വാക്ക് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞുപോയി. അല്ലാതെ എനിക്കിത് കരഞ്ഞുപോയി. അതിന് മൂപ്പര് അത് പേരോടിന്റെ അഭിനയാണ്. എന്തോ ആട്ടെ, നമുക്ക് മഹ്ശറെന്ന് പറയാം. അപ്പോ ഇത് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോ മൗലവി നാദാപുരത്തുനിന്ന് പറയുന്ന കള്ളത്തരം എന്താണെന്നറിയോ? കള്ളത്തരം, ഞാൻ ജാറത്തിനെ പറ്റിയല്ല പറഞ്ഞത്, ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാണ്. കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, കള്ള ജാറോ എന്നല്ല. മൂപ്പര് വീടെടുത്തൊന്നും ഇല്ലാടേ, കാരണം നാട്ടിൽ പോയിക്കൂടാ. എന്നിട്ട് കള്ള ജാറോ എന്നല്ല ഫോട്ടോ എന്നാ പറഞ്ഞത്. പേരോട് വെച്ച ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നതും പറഞ്ഞാ വെക്കുന്നത്. എന്റെ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. വാചകം മൂപ്പരം കട്ടറിഞ്ഞു.
നാദാവത്തെ പ്രസംഗത്തിൽ ഈ മുജാഹിദിക്ക് ഇത് മനസ്സിലാവില്ലല്ലോ, കാരണം എന്റെ പ്രസംഗം ഇവര് കേൾക്കൂല. എന്റെ പ്രസംഗത്തിന്റെ സീഡിയും മറ്റും മുജാഹിദ് മൗലവിമാർ കേൾക്കാൻ വിടുകയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നന്നാവുന്നു, അല്ല ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലേ അബൂജഹലും നന്നാവൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായോ? ഹിദായത്ത് അല്ല കൊടുത്തെങ്കിൽ നന്നാവുമായിരുന്നു. അതിന് ഈ മുജാഹിദികൾ കേൾക്കണ്ടേ? കേൾക്കൂല അവര്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.